ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ നമുക്ക് കുളിക്കുന്ന സോപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. വീട്ടിൽ തന്നെ നമ്മൾ സോപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് തന്നെ നമുക്ക് അതിൻ്റെ നിറത്തിലായാലും ആകൃതിയിലായാലും മണത്തിലായാലും നമുക്ക് ഏത് മണമാണ് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. മണം വേണ്ടെങ്കിൽ മണം ചേർക്കേണ്ട ആവശ്യമില്ല. അതുപോലെ നമുക്ക് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ച് നമുക്ക് അത് മോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന സോപ്പ് നിർമ്മിക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് സോപ്പ് ബേസാണ്. അത് നമുക്ക് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ പിന്നെ മീഷോയിലോ അവിടെ നമുക്ക് ഗ്ലിസറിൻ ബേസ് സോപ്പ് ബേസ് കിട്ടും. അത് പ്യുവറായിട്ടുള്ള പാരബൻ സൾഫേറ്റൊക്കെ ഫ്രീ ആയിട്ടുള്ള നമുക്ക് സോപ്പ് ബേസ് വാങ്ങിക്കാനായിട്ട് കിട്ടും. അങ്ങനെ വാങ്ങാൻ അറിയാത്തവർ നമ്മുടെ അടുത്തുള്ള കെമിക്കൽ ഷോപ്പുകളിലോ അല്ലെങ്കിൽ സോപ്പ് കട എന്ന് പറയുന്ന ഷോപ്പിലോ ഒക്കെ ഇതിന് വേണ്ട ഈ സോപ്പ് നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എല്ലാം തന്നെ നമുക്ക് അവിടെ കിട്ടും. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടുന്നത് സോപ്പ് നമുക്ക് സെറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള മോൾഡാണ്. ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ മോൾഡിൻ്റെ ഒന്നും ആവശ്യമില്ല. പേപ്പർ കപ്പ് ഉണ്ടെങ്കിൽ അതിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സോപ്പ് തയ്യാറാക്കിയെടുക്കാം. അന്നേരം അറിയാനുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പറഞ്ഞു പോകാം. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്താണെന്ന ബെല്ലൈക്കൺ കൂടി അളന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ മുമ്പിലെത്തും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ആര്യവേപ്പിൻ്റെ ഇലയും പിന്നെ എടുത്തിരിക്കുന്നത് കറ്റാർവാഴയുടെ ഒരു ലീഫാണ്. അത് മൊത്തം വേണ്ട, ഇതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ആര്യവേപ്പിൻ്റെ ഇല നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരം തരാൻ കഴിയുന്ന ഒന്നാണ്. ഇത് ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി ഓക്സിഡൻ്റ് ഗുണങ്ങൾ പ്രദാനം ചെയ്യാൻ കഴിവുള്ള ഒന്നാണ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇല. അതുപോലെ ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു കറ്റാർവാഴയുടെ ഒരു ലീഫാണ്. അത് മൊത്തവും വേണ്ട, അതിൻ്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ കറ്റാർ വാഴയിൽ ഇതേപോലെ മഞ്ഞ കളർ കാണും, ഇതേപോലെ ഒരു ദ്രാവകം വീഴും. അന്നേരം അത് നമ്മുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാകും. അന്നേരം അത് ഇത് പറിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഒരു 10 മിനിറ്റ് ഇതുപോലെ കുത്തി നിർത്തി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ കാണുന്നത് പോലെ ഇതേപോലെ അതിൻ്റെ ആ ലിക്വിഡ് അങ്ങ് പോയി കിട്ടും. പിന്നെ ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പൾപ്പ് എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലൊരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുക്കുക. അതിലേക്ക് നമുക്ക് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് പീസ് ചെയ്തിട്ട് കൊടുക്കാം, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് കഴുകിയെടുക്കണം. അതിൽ ആ മഞ്ഞ ദ്രാവകം വല്ലതും ഉണ്ടെങ്കിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് കഴുകിയെടുക്കുന്നത്. അതിനുശേഷം ആ വെള്ളം 1-2 വെള്ളം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ജെല്ല് നമുക്ക് എടുക്കാം. കറ്റാർവാഴയുടെ ജെല്ല് എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് ആ ചരുവത്തിൽ നമുക്ക് വീണ്ടും കുറച്ച് വെള്ളവും കൂടെ എടുത്തുകൊണ്ട് വരാം. വെള്ളം എടുത്തുകൊണ്ട് വന്നിട്ട് അതിലേക്ക് നമുക്ക് ഇതിൻ്റെ ജെല്ലെടുത്തിട്ട് നമുക്ക് ആ വെള്ളത്തിൽ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇതുപോലെ ചെറുതായിട്ട് പീസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കറ്റാർവാഴ എടുത്തിട്ട് ഒരു ഇരുമ്പ് ഉപയോഗിച്ചിരിക്കുന്ന മേൽഭാഗം ഇതുപോലൊന്ന് ചെത്തി മാറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്കിതൊന്ന് ഇതിൻ്റെ ജെല്ല് നമുക്ക് വെള്ളത്തിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. കറ്റാർവാഴയുടെ ജെല്ല് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും 1-2 വെള്ളം ഒന്ന് കഴുകിയെടുക്കാം. അങ്ങനെ നമ്മുടെ കറ്റാർവാഴ ജെല്ല് നല്ല രീതിയിലൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്, 1-2 വെള്ളം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതോടെ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ആര്യവേപ്പില്ലേ, നമ്മുടെ ആര്യവേപ്പില അതൊന്ന് കഴുകി ഇട്ടിരിക്കുകയാണ്. അതിൽ നിന്ന് നമുക്ക് ആ ഇലയെല്ലാം ഒന്ന് ഊരി നമ്മുടെ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ആര്യവേപ്പില ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന അലോവേര ജെല്ല്, കറ്റാർവാഴ ജെല്ല് നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നമുക്കിതൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ നല്ല രീതിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു തുണിയിലോ അല്ലെങ്കിൽ ഒരു അരിപ്പയിലോ ഉപയോഗിച്ചൊന്ന് അരിച്ചും കൂടെ എടുക്കണം. ഇതിപ്പോൾ നല്ല രീതിയിലൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ സോപ്പ് ബേസ് ഒന്ന് ഡബിൾ ബോയിൽ മെത്തേഡിലൊന്ന് ഉരുക്കിയെടുക്കണം. നമ്മൾ കഴിഞ്ഞ വട്ടം സോപ്പിൻ്റെ വീഡിയോ ചെയ്തപ്പം ഇതിൻ്റെ അളവ് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് കുറേ കമൻറ്റ് വന്നായിരുന്നു. ഇത് ഞാനിപ്പോൾ എടുക്കുന്നത് 298 ഗ്രാം സോപ്പ് ബേസാണ്. നമ്മൾ ചേർക്കുന്ന സാധനങ്ങൾ കൂടെ ചേർത്ത് ചെറിയൊരു വ്യത്യാസം വരുത്തേ ഉള്ളൂ. ഇനി ഈ സോപ്പ് ബേസ് നമുക്ക് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ടൊരു ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മുടെ സോപ്പ് ബേസ് എല്ലാം ഒന്ന് ചെറിയ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ഗ്യാസ് അടുപ്പിലേക്ക് ഒരു ചരുവത്തിൽ ഇതുപോലെ കുറച്ച് വെള്ളം ഒന്നെടുത്തൊന്ന് ചൂടാക്കിയെടുക്കാം, തിളപ്പിച്ചെടുക്കാം. നല്ല രീതിയിൽ നല്ല ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതുപോലൊരു പക്കട് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലൊന്ന് വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ ഉരുകി വരുന്നുണ്ട്. ഇടയ്ക്കൊരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോപ്പ് ബേസ് നല്ല രീതിയിൽ ഒന്ന് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കറ്റാർവാഴയുടെയും ആര്യവേപ്പിൻ്റെയും ജ്യൂസ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറ്റാർവാഴയുടെയും ആര്യവേപ്പിൻ്റെയൊക്കെ ജ്യൂസ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ ജ്യൂസ് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഗ്ലിസറിനാണ്. ഇതിൻ്റെ അടപ്പിന് 2 അടപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഗ്ലിസറിനും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഇത് 2 എണ്ണമാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇത് 400 mgയുടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിൽ 20 ക്യാപ്സ്യൂൾ വരുന്നതിന് ഇതിൽ 86 രൂപയാണ് വരുന്നത്. ഇത് നമ്മുടെ മെഡിക്കൽ സ്റ്റോറിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും. ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളിൻ്റെ മുകൾ ഭാഗത്തൊരു പിന്നി ഉപയോഗിച്ചൊരു കുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതോ കത്രിക വെച്ചൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ ഓയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനായിട്ട് പറ്റും. ഈ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. അതുമാത്രമല്ല ഇതൊരു പ്രിസർവേറ്റീവും കൂടാണ്. ഇത് കേടാകാതിരിക്കാനായിട്ട് വളരെയധികം നല്ലതാണ്. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. റോസ് വാട്ടർ ഈ ഒരു പ്ലാസ്റ്റിക് സ്പൂണിന് ഒരു 1/2 സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഒഴിച്ചതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇതിനാവശ്യമായിട്ടുള്ള കളറാണ്. ഇതിൽ കളർ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ലൊരു കളറിൽ കിട്ടും. എന്നാലും വീഡിയോ ചെയ്യുന്നതിൻ്റെ ഇതായിട്ട് ഞാൻ ഇതിനകത്ത് 7 ഡ്രോപ്പ് കളറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇതിൽ ഞാൻ മണത്തിനായിട്ടൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. വേണമെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അത് ആമസോണിൽ കിട്ടും. ആമസോണിൽ ഏത് വെബ്സൈറ്റിൽ തിരക്കിയാലും നമുക്ക് മണത്തിന് വേണ്ടിയിട്ടുള്ള ലിക്വിഡ് നമുക്ക് കിട്ടും. ഇതിൽ ഞാൻ പിന്നെ മണത്തിനൊന്നായിട്ടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇതിപ്പോൾ നല്ല രീതിയിൽ നമ്മൾ എല്ലാം തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് കട്ടിയായി വരുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കൊടുത്താൽ മതി. അത് നല്ല രീതിയിലൊന്ന് ഉരുക്കി കിട്ടും. ഒരുപാട് വലുതായിട്ട് ചൂടാക്കരുത്. ഇനി നമുക്ക് ഇത് നല്ല രീതിയിലൊന്ന് ലൂസായി കിട്ടിയിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മോൾഡിലേക്ക് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ അടിഭാഗത്ത് വെള്ളം കാണും. ഇതൊരു ടവൽ ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് തുടച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ സോപ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ സോപ്പിൻ്റെ മിക്സ് നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 3 മണിക്കൂർ നോർമൽ ടെമ്പറേച്ചറിൽ നമ്മൾ പുറത്ത് തന്നെ വെച്ചിരുന്നാൽ മതി. നല്ല രീതിയിൽ ഇത് സെറ്റായി വന്നോളും. നമ്മുടെ വീട്ടാവശ്യത്തിന് ചെയ്യുന്ന സോപ്പായതുകൊണ്ട് ഇതിൻ്റെ മേളിൽ കിടക്കുന്ന പതയില്ലേ, ആ പത മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബിസിനസ് അടിസ്ഥാനത്തിലൊക്കെ സോപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രം ഇതിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് ഈ പത മാറ്റി കൊടുക്കണം. അല്ലാതെ നമ്മൾ വീട്ടാവശ്യത്തിന് ചെയ്യുമ്പം പതയൊന്നും മാറ്റിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല.
ബിസിനസ് അടിസ്ഥാനത്തിൽ ചെയ്യുന്നവർക്കാണെങ്കിൽ നമ്മുടെ കെമിക്കൽ ഷോപ്പുകളിലൊക്കെ അതിനുള്ള സ്പ്രേ കിട്ടും, അത് വാങ്ങിച്ചാൽ മതിയാകും. ഇതിപ്പോൾ ഒരു 3 മണിക്കൂർ ആകുമ്പോഴത്തേനും ഇത് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. അതിനായിട്ടൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട്. ബാക്കി സോപ്പും കൂടെ നമുക്ക് ഇതേപോലെ ഒന്ന് എടുത്ത് വെക്കാം. അങ്ങനെ നമ്മുടെ ആര്യവേപ്പും കറ്റാർവാഴയൊക്കെ ചേർത്ത് തയ്യാറാക്കിയ അടിപൊളി സോപ്പ് നമ്മളിവിടെ തയ്യാറായി. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം. അടിപൊളി സോപ്പാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരും വരെയും ബൈ. താങ്ക് യു.